അപ്പോൾ സുഹൃത്തുക്കളെ, മലയാള സിനിമാ മേഖല ആകെ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വരുന്ന ന്യൂസുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ന്യൂസുകളാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ പേരാണ് ലൈംഗിക അധിക്ഷേപത്തിൻ്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുണ്ടായിരുന്ന രഞ്ജിത്ത് രാജിവെച്ചു. അതേപോലെ തന്നെ AMMAയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് അവരും രാജിവെച്ചു. ഈ പറയപ്പെടുന്ന പേരുകളൊന്നും ഒരുപക്ഷെ മലയാളികൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പേരുകളാണ്. ഇനിയും ഒരുപാട് ആളുകളെ പേര് പുറത്തു വരാനിരിക്കുന്നു. നമ്മൾ പോലും വിചാരിക്കാത്ത പല ആളുകളുമായിരിക്കും ആ വരുന്ന ലിസ്റ്റിലുണ്ടാവുക. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാമൂഹികമായി ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ചില ആളുകൾ ഒഴിച്ചാൽ ഒരു പ്രതിബദ്ധതയുമില്ലാത്തൊരു മേഖലയാണ് സിനിമാ മേഖല. അവർ സിനിമയിൽ അഭിനയിക്കുന്നു, 100 കോടി ക്ലബ്ബിൽ കയറുന്നു, 150 കോടി ക്ലബ്ബിൽ കയറുന്നു, 50 കോടി ക്ലബ്ബിൽ കയറുന്നു. പക്ഷേ ഈ 50 കോടിയും 100 കോടിയൊക്കെ സ്വരൂപിച്ചിട്ടും യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ അവരങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അവർക്ക് ലക്ഷറി കാറുകൾ, ലക്ഷറി വില്ലകൾ, വലിയ വലിയ വീടുകൾ, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അവരെന്താ പറയുക, പ്രത്യേകമായ ഒരു ലോകത്താണ്. അത് പൊതുവെ എല്ലാവരും മലയാളികൾക്കും അറിയുന്ന കേസാണ്. സിനിമാ മേഖല എന്ന് പറഞ്ഞ ഒരു സ്വപ്ന തുല്യ മേഖലയാണെന്നുള്ളത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, എന്നെ കാണുന്ന ആളുകളെങ്കിലും ഇനി മുതൽ മലയാള സിനിമ നമ്മൾ കാണില്ല എന്നൊരു ദൃഢനിശ്ചയമെടുക്കാൻ തയ്യാറാവണം. നമുക്ക് അതല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പല വിധത്തിലെ പല മേഖല നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. മലയാള സിനിമ കുറച്ച് കാലത്തേക്ക് ഇനി കാണുന്നില്ല. ഇവർ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കട്ടെ, കോടിക്കണക്കിന് രൂപ മുടക്കി അവർ സിനിമ എടുക്കട്ടെ. ഇത് എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണക്കാർ പോയി കിട്ടുന്ന 100, 150 നമ്മൾ കൊടുക്കുന്ന 100, 150 രൂപ കൂട്ടി വെച്ചിട്ടാണ് ഇവർ ഈ 100 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് സമൂഹത്തിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഞാൻ വീണ്ടും അടച്ചാക്ഷേപിക്കുന്ന ചില ആളുകൾ ഒഴിച്ച് സമൂഹത്തിന് യാതൊരു ഉപകാരം ചെയ്യാത്തൊരു ചില ടീംസാണ് ഈ സിനിമാ മേഖലയിലുള്ളത്. അപ്പോൾ എന്നെ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനി മുതൽ മലയാള സിനിമ ഞാൻ കാണില്ല എന്നൊരു നിശ്ചയമെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കുന്ന 100, 110, 120 രൂപ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന രൂപ വെച്ചിട്ടാണ് ഇതൊക്കെ കൂട്ടി കോടികളാവുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനം നമ്മളെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സിനിമക്കാരും എല്ലാം ജീവിച്ചു പോകുന്നത് എന്നെയും നിങ്ങളെയും പോലത്തെ പൊതുജനത്തിൻ്റെ പൈസ കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. ഇവർ ഒരു പടം വന്ന് നല്ല ഹിറ്റായി ഒരാഴ്ച കഴിഞ്ഞാൽ വരികയാണ്, പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ് 100 കോടി ക്ലബ്ബ്, ജസ്റ്റ് 10 days 100 കോടി ക്ലബ്ബ്. ഈ 100 കോടിയൊക്കെ കിട്ടുന്നത് ഞാനും നിങ്ങളും പോലത്തെ പാവപ്പെട്ട ആളുകൾ പണിയെടുത്തുണ്ടാക്കുന്ന 100, 110 രൂപ കൊണ്ടുപോയി തിയേറ്ററിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനത്തെ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താൻ ആർക്കാണ് ഇത്ര ബാധ്യത? എനിക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ? നേരെ മറിച്ച് ഞാൻ പറയട്ടെ, അവർക്ക് കോടി രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 25% പാവപ്പെട്ടവനെ സഹായിക്കാനോ. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പാവപ്പെട്ടവനെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനൊക്കെ നീക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാം. ഇപ്പോൾ ലൈംഗികതയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് മലയാള സിനിമ. ഇനിയെങ്കിലും ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മളൊരു ക്യാമ്പയിനുമായിട്ട് മുമ്പോട്ട് പോകും, എഗെയിൻസ്റ്റ് മലയാള സിനിമ. പുറം ഭാഷകളിൽ നിന്ന് വരുന്ന പടങ്ങളുണ്ടാവും, നിങ്ങൾ കണ്ടോ, അവിടെ ഉണ്ടാവും പ്രശ്നങ്ങൾ. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളീയ സമൂഹത്തെ മുഴുവൻ പൊട്ടന്മാരാക്കാണ് ഈ ഒരു ബുദ്ധിമാന്മാരായി എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന ഈ ചങ്ങായിമാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പേരുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ നമ്മൾ എന്തിനു രക്ഷിക്കണം? ഞാൻ പറഞ്ഞല്ലോ, 2 മാസക്കാലം ഒരു മലയാളി ഇനി സിനിമാ തിയേറ്ററിൽ പോയി പടം കാണില്ല എന്ന് ഉറച്ചൊരു തീരുമാനമെടുത്താൽ അവിടെ തീരും ഇവരുടെ അഹങ്കാരമൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പെൺകുട്ടി തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്, ഇത് പഴയ കാലത്ത് തന്നെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വ്യാപകമായിട്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ബോയ്ക്ക് വരെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുന്നു എന്നൊക്കെയാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരെ നമ്മൾ ആർക്ക് വേണ്ടി രക്ഷിക്കണം? എന്തിനു വേണ്ടി രക്ഷിക്കണം? അല്ലെങ്കിൽ ഇവരെ താങ്ങി നടക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ എന്തിനു രക്ഷിക്കണം? ഇതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത ഒരു ജനപ്രതിനിധിയെയും അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിപ്പിക്കരുത്. അത് രാഷ്ട്രീയം നോക്കാതെ, പാർട്ടി നോക്കാതെ നമ്മൾ തീരുമാനമെടുക്കണം. ഇതിനുള്ള ആളുകൾ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എത്ര പേരുണ്ട് നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി അറിയട്ടെ. ഇനി മുതൽ മലയാള സിനിമ ഞാൻ കാണില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയമെടുക്കണം. ഇവരുടെ അഹങ്കാരം എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാമല്ലോ. എത്ര പേരുണ്ട് എൻ്റെ കൂടെ? എനിക്കറിയാം കൂടുതൽ പേരൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് മുതൽ നമുക്കതിനെ ആരംഭിക്കാം, എഗെയിൻസ്റ്റ് മലയാള സിനിമ. ഇനി മുതൽ മലയാള സിനിമ ഞാൻ കാണില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കാൻ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എന്തിനാണ് ഇവരെ നമ്മൾ താങ്ങി നിർത്തുന്നത്? അല്ലെങ്കിൽ ഇവരെ എന്തിനാണ് നമ്മൾ കോടീശ്വരനാക്കുന്നത്? ഒരു 100 കോടി 150 കോടി പ്രൊഡക്ഷൻ ചെലവിൽ വരുന്ന ഒരു പടം 4 പടം പൊട്ടുമ്പോൾ ഇവർ താനെ താന്നോളും.
ജനമധ്യത്തിലേക്ക് ഇറങ്ങിക്കോളും. പല ആളുകളും ഹോട്ടൽ ബിസിനസ് ഉണ്ടല്ലോ, അതെടുത്ത് ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ഓല് ജീവിക്കട്ടെ. അതുമല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗിങ് മേഖലയ്ക്ക് വന്നോളൂ. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടല്ലോ, 4 തെറി കമൻറ്റിലും കേൾക്കാമല്ലോ, അങ്ങനെ വന്നോളൂ, കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയാണ് എഗെയിൻസ്റ്റ് മലയാള സിനിമ. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇവരൊന്നും പൊക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ 100 കോടി 150 കോടി 1000 കോടി ക്ലബ്ബിൽ എത്തിച്ചിട്ടൊന്നും നമുക്ക് ഒരു കാര്യം കിട്ടുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ, എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം. മനസ്സിലായോ? നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങളെ കുടുംബം കഴിഞ്ഞ് പോകുള്ളൂ. അതിന്നൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ 100 150 രൂപ 2 മണിക്കൂറെങ്കിലും ഒന്ന് പോയി ഹാപ്പി ആയിട്ട് ചിരിക്കാനും അല്ലെങ്കിൽ രസകരമായ കഥകൾ കേൾക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കഥയുടെയൊക്കെ മുമ്പിൽ വെള്ളിത്തിരയിൽ വന്നിട്ട് ഒരു മാന്യന്മാരായിട്ട് ചമയുന്ന കഥാപാത്രങ്ങൾ, രഞ്ജിത്തിൻ്റെയൊക്കെ പിന്നെ ഈ ഒരു വിഷയം വന്ന സമയത്ത് രഞ്ജിത്ത് രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ കുറച്ച് ഡയലോഗുകളാണ് എനിക്ക് കേട്ടി വന്നത്. മോഹൻ, നിങ്ങളൊരു നടനമാകുന്ന അതൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര നല്ല സുന്ദരമായ കഥാപാത്രങ്ങളാണ് ഇവർ ഈ വെള്ളിത്തിരയിൽ കൊടുന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇവർ മനസ്സോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ആരും ഇനി മലയാള സിനിമ കാണരുത് എന്നുള്ള ഒരു തീരുമാനമെടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊരു അപേക്ഷയാണ്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ.